ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഫേസ് സിറവുമായിട്ടാണ്. വീട്ടിലുള്ള നമ്മൾ നിസ്സാരമായ 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ ഉപയോഗിക്കാൻ എളുപ്പവും അതുപോലെ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള സ്കിൻ സോഫ്റ്റ് ആക്കുന്നതിനും അതുപോലെ നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നതിനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് സിറമാണ്. ഇപ്പം വിൻ്ററാണ്, തണുപ്പ് കൊണ്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു ഡ്രൈനെസ് ഒക്കെ അനുഭവപ്പെടും. അതിന് പറ്റിയിട്ടുള്ള ഫേസ് സിറം ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് അലോവേര ജെല്ല്. ഏത് കമ്പനിയിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് കമ്പനിയുടെ അലോവേര ജെല്ലായാലും മതിയാവും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൗവിൻ്റെ ആണ്. അത് 2 ടേബിൾ സ്പൂൺ അളവിലെടുക്കുക. പിന്നെ ആൽമണ്ട് ഓയിൽ, നമ്മൾ ബോഡി ഓയിലായിട്ട് മാർക്കറ്റുകളിൽ കിട്ടുന്ന അല്ല എടുക്കേണ്ടുന്നത്. ഇത് പ്യുവറായിട്ടുള്ള ബദാം ഓയിൽ കിട്ടും. ഇതുപോലെ ചെറിയ കുപ്പികളിലായിട്ട് കിട്ടുന്നതാണ്. ഇനി ബദാം ഓയിൽ എടുക്കാനില്ലാത്തവർക്ക് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് പകരം ഇതേ അളവിൽ വിറ്റാമിൻ ഇ ഓയിൽ എടുക്കാവുന്നതാണ്. അത് 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ സ്കിൻ നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നതിന് വളരെ നല്ലതാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. ഗ്ലിസറിൻ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗ്ലിസറിൻ. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ് വാട്ടറിന് ഉപയോഗിക്കുന്നത്. സ്കിൻ നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നതിനും സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റുന്നതിനും ഒക്കെ നല്ലതാണ് റോസ് വാട്ടർ. അപ്പോൾ ഈ 4 സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അലോവേര ജെല്ലും ഗ്ലിസറിനും ഇതെല്ലാം കൂടി ഓയിലും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ ഒരല്പം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബോട്ടിൽ. അപ്പോൾ എനിക്കിപ്പോൾ നേരത്തെ ഫേസ് സിറം മാർക്കറ്റിലെ ഫേസ് സിറം കാലിയായിട്ടുള്ള ഇതേപോലൊരു ബോട്ടിലുണ്ട്. അതിനകത്തേക്കാണ് ഞാനിതിനെ സൂക്ഷിക്കുന്നത്. ഇതിനകത്ത് ഒട്ടും വെള്ളമയം ഉണ്ടായിരിക്കരുത്, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റോർ ചെയ്യുന്നതിന് ഇതിനെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടത് ആവശ്യമില്ല. നോർമലായിട്ട് തന്നെ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇതിനകത്തേക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെയുള്ള ബോട്ടിൽസ് ഇല്ലാത്തവർ സാധാരണ എന്തെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഫില്ലർ ഉണ്ടാവും. ആ ഫില്ലർ ഉപയോഗിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും തന്നുകൊണ്ടിരിക്കുന്ന ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും ആണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുത്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കിയിട്ടുള്ള ഫേസ് സിറം ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലുള്ള അതേ ലിക്വിഡിറ്റിയിലുള്ള ഫേസ് സിറമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ രാവിലെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിയതിന് ശേഷം ഇതിനെ ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്യുക. നോക്കിക്കേ, ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതേപോലെ മുഖം മൊത്തം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ ഉണങ്ങാൻ വിട്ടേക്കുക. പകൽ സമയത്ത് ഇതിനോടൊപ്പം തന്നെ സൺസ്ക്രീനും കൂടി ഉപയോഗിക്കുക. രാത്രിയിലാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുക. മുഖത്ത് കണ്ണിന് ചുറ്റും മൂക്കിനും എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, കേടൊന്നുമില്ല. നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോഴാണ് ഇത് ഫുള്ളായിട്ട് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുന്നത്. നമ്മൾ ക്രീമിനെക്കാട്ടി വളരെ നല്ലതാണ് ഇതുപോലെയുള്ള ഫേസ് സിറം ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ സഹായിക്കും. ഇത് നന്നായിട്ടൊന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ രാത്രി നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ മീതെ കൂടെ നൈറ്റ് ക്രീം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഫേസ് സിറം ഒന്ന് തയ്യാറാക്കി നോക്കുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.